ഇന്നൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. നെല്ലിക്ക കൊണ്ട് ഒരു ഹലുവ. നെല്ലിക്ക കൊണ്ട് ഇത്ര രുചിയുള്ള ഹലുവ ഉണ്ടാക്കാമെന്ന് അറിയോ? നാടൻ രീതിയിൽ വളരെ കുറച്ച് മാത്രം ചേരുവകൾ മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഈ ഹലുവ ഏറെ ഗുണങ്ങളുള്ളതാണ്. മുഖകാന്തി വർദ്ധിപ്പിക്കാനും മുടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷിക്കും ഇത് നല്ലതാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കാനുള്ള ഒരു ടിപ്പ് പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നെല്ലിക്ക നന്നായി കഴുകി തുടച്ചു വെച്ചിട്ടുണ്ട്. ഇത് 500 ഗ്രാം ഉണ്ട്. ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. 10 മിനിറ്റ് മാത്രം മതി, ആവിയിൽ വേവിച്ചാൽ മതി. ആ നേരം കൊണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിൽ ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം ശർക്കരയാണേ. ഇത് മധുരം കുറച്ച് കുറവാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇത്രയധികം എടുത്തോളൂ. 500 ഗ്രാം വരെ എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കാം. ഇത് കുറച്ച് കട്ടിയാവുമ്പോൾ, ഒട്ടുന്ന പരുവം ആവുമ്പോൾ ഇത് അരിച്ചു മാറ്റാം. ഇത് നല്ലവണ്ണം അഴുക്കുണ്ട്, അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. നെല്ലിക്ക അവിടെ ആയിട്ടുണ്ട്. ചൂട് ഒന്ന് കുറഞ്ഞ ശേഷം കുരു ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം എല്ലാ കുരുക്കളും മാറ്റി ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഈ നെല്ലിക്ക പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ശർക്കര പാനി കൂടി. ആദ്യം കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം നമുക്ക്. ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി വെക്കണേ. ഫ്ലെയിം കൂട്ടി കൊടുത്താൽ രുചി ഇതുപോലെ കിട്ടില്ല. ഇത് നന്നായി വെള്ളം വറ്റുന്നതുവരെ കുറുക്കിയെടുക്കണേ. ഇനി ബാക്കി വെച്ച ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. ആ വെള്ളം മുഴുവൻ അതിലത്തെ വറ്റി നല്ല പേസ്റ്റ് പരുവാവുന്നത് വരെ നന്നായി വറ്റിച്ചെടുക്കണം. കുറച്ചു നേരം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാനൊക്കെ പറ്റും. ഇത് പുറത്തിരുന്നാൽ കേടുവരില്ല. ഈർപ്പില്ലാത്ത സ്പൂൺ ഉപയോഗിച്ചെടുത്താൽ മതി. കുട്ടികൾക്ക് അവിടെയൊന്നും ഹെൽത്തി ഫുഡൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കഴിച്ചാൽ വളരെ ഹെൽത്തിയാ. മുടിക്ക് കറുപ്പും നൽകും. ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഇത് നല്ലതാ. ഊണ് കഴിഞ്ഞാൽ മധുരം കഴിക്കണമെന്നുള്ളവർക്ക് ഇതൊരു സ്പൂൺ കഴിച്ചാൽ നല്ലതാ. ഒരു സ്പൂണുമൊന്നും നിൽക്കില്ല കേട്ടോ, പിന്നെ എടുത്തു പോവും. അത്രയും ടേസ്റ്റാ. അപ്പോൾ ഇത് നന്നായി വറ്റി വരുന്നുണ്ട്. ഇത് വേവിച്ച് അരച്ചെടുത്ത് വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇത് കേടാവാതിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം നമുക്ക്. ഇതാണ് ഇതിൻ്റെ രുചി കൂട്ടുന്നത്. ഇതിനേക്കായി 1.5 ടീസ്പൂൺ പഞ്ചസാരയിൽ 1/4 ടീസ്പൂൺ ജീരകവും 3-4 ഏലയ്ക്ക തൊണ്ട് കളഞ്ഞ് കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ, 1 ഇഞ്ച് വലുപ്പം വരുന്ന ചുക്കും ചേർത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്തത്. നെയ്യും കൂടി ചേർത്ത് നന്നായി വറ്റിച്ചെടുക്കണം. വെള്ളം മുഴുവൻ വറ്റി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുമ്പോഴാണ് ഇതിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനു മുമ്പ് ഇതൊരു ബലം വെക്കാനായിട്ട് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ 1.5 ടീസ്പൂൺ അരിപ്പൊടിയാണ്. അപ്പത്തിനൊക്കെ എടുക്കില്ലേ, ആ പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. ഇതിലേക്ക് വെള്ളവും ഒഴിച്ച് നന്നായി കട്ട ഉടച്ചെടുക്കണേ. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതും കൂടി അതിൽ കിടന്ന് നന്നായി മിക്സായിട്ട് വരണം.
ഇതുപോലെ പാത്രത്തിൽ നിന്ന് നന്നായി വിട്ട് കിട്ടുന്ന പരുവം ആവുമ്പോഴാണ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കേണ്ടത്. ഇപ്പം നമ്മൾ ഒഴിച്ച അരിപ്പൊടിയുടെ മിക്സും എല്ലാം കറക്റ്റായിട്ട് വന്നു. ഇനി ഈ മസാല കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഇത് നന്നായി വെരുകി എടുക്കണം. ഈ കൂട്ടും കൂടി ചേർക്കുന്നത് കൊണ്ടാണ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ലഭിക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കാണുമ്പോൾ തന്നെ അറിയാലേ നല്ലോണം പാകമായി. ഇത് കണ്ടോ, പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നത്. ഇനി ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഹലുവ ഇവിടെ റെഡിയായി. ഇത് കുഞ്ഞുങ്ങൾക്ക് ദിവസവും ഓരോ സ്പൂൺ കൊടുത്താൽ വളരെ നല്ലതാണ്. അവർ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ കാണാം.